സുഹൃത്തുക്കളെ ഈ സ്കൂളിൽ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണല്ലോ. ഒരു മിടുക്കി ചെറിയ കിഡ്, സൂപ്പർ കിഡ് ടീച്ചർ. ഭയങ്കര സ്മാർട്ടാന്ന് പറഞ്ഞപ്പോൾ ഇതൊന്ന് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. All of you take your homework. Homework ചെയ്യാത്തവർ stand up. നിങ്ങളൊന്നും ഹോംവർക്ക് ചെയ്തിട്ടില്ല? നാളെ ചെയ്തു തരുമോ? സിറ്റ് ഡൗൺ. ഇന്ന് ഏതെടുക്കുക? ഈ സ്റ്റോറി എടുത്താലോ നമുക്ക്? ഹാർഡ് വർക്ക് കൗണ്ട്സ്. എല്ലാവരും എടുക്കോ? പേജ് നമ്പർ 144. അത് ഫുള്ള് പറഞ്ഞേ. 144. അതല്ല, 144. ഓക്കെ. ഹാർഡ് വർക്ക് കൗണ്ട്സ്. Once there lived a red hen. She was hardworking, but her friends ഞാൻ പറയുന്നവരെങ്ങോട്ട് വരാ. ഹാദി, ഷാസിലെ ഇജോടൊക്കെ. ഷാസിലോ ഇവിടെ ഇവിടെ ഇവിടെ. നോക്കാം. അവിടെ നീ ഇവിടെ ഈ കുപ്പിൻ്റെ നേരെ. ഞാൻ ഹെഡ് എന്ന് പറയുമ്പോൾ ഹെഡുമ്മ തൊടണം. ഞാൻ ഓരോ ബോഡി പാർട്സ് പറയുമ്പോൾ അവിടെ ഒക്കെ തൊടണം. പക്ഷെ ഞാൻ ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവരാണ് ഈ ബോട്ടിൽ എടുത്തുന്നുണ്ടെങ്കിൽ ഇവൾ ജയിക്കും. ഇവളാണ് ബോട്ടിൽ ഫസ്റ്റ് എടുത്തുന്നുണ്ടെങ്കിൽ ഇവൾ ജയിക്കും. നിങ്ങളെല്ലാവരും ശത്രുക്കളാണ്. പക്ഷെ അങ്ങനൊന്നും കാട്ടണ്ട. നിങ്ങൾ ബോട്ടിൽ പറയുമ്പോൾ ഇപ്പോൾ ബോട്ടിൽ എടുക്കുക. ആരെ ഫസ്റ്റ് എടുക്കണോ ഓൾക്ക് ബോട്ടിൽ കിട്ടും. തിരക്കൂടരുത്. കിട്ടാത്തൊരൗട്ട്. ഹെഡ്, നോസ്, ലിപ്പ്, ഷോൾഡർ, ഫുട്ട്. ഹെഡ്, ഇയർ, ഫുട്ട്, ബോഡി. കിട്ടാത്തവരൊക്കെ സീറ്റ് പോയിരുന്നോളി. ഈ കളി കൊണ്ടുള്ള ഗെയിം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ സ്റ്റുഡൻസിന്? ബോഡി പാർട്സ് പഠിക്കാൻ പറ്റും. ബ്രെയിന് നല്ല ഉഷാറാവും. മെമ്മറി കൂടും. നല്ലതാ. ഇതൊക്കെ ഇടക്കിടക്ക് കളിപ്പിക്കാറുണ്ട്. ഇടക്കിടക്ക്. മെയിൻ ആയിട്ട് എന്ത് തരം ക്ലാസ്സുകൾ എടുക്കാറുള്ള ഒഴിവ് സമയത്ത്? ഏത് സമയത്താണ് എടുക്കാറുള്ള ക്ലാസ്? ടീച്ചറൊക്കെ ഇല്ലാത്ത സമയത്ത്. അപ്പൊ ടീച്ചർ ഇല്ലാത്ത സമയത്ത് ഈ സ്കൂളിലെ ടീച്ചറാണ്. ഈ സ്കൂളിന്റെ പേരെന്താ? ആണല്ലേ. മോളെ വീട് എവിടെ? എന്റെ തെക്കേകുളമ്പ. ഫാദർ എന്താ? ഫാദറിന് പലചരക്ക് കട അല്ലേ. ഇതൊക്കെ ആരെ പഠിപ്പിച്ച? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത് മോള്? 3. നിങ്ങൾക്ക് ഈ സ്റ്റുഡന്റിനെ ഇഷ്ടം? ഈ ടീച്ചറെ ഇഷ്ടാ? എന്തുകൊണ്ടാ ഇഷ്ടം? നല്ല പഠിപ്പിച്ചൊക്കെ ചെയ്യും. പറഞ്ഞു മനസ്സിലാക്കി തരും. അറിയാത്ത വേർഡ്സ് ഒക്കെ പറഞ്ഞു. പിന്നെന്താ ഗുണം? ടീച്ചറെ കൂടെ നിങ്ങളെ ഈ സ്റ്റുഡന്റ് ഫ്രണ്ട്സിനെ കൊണ്ടുള്ള ഗുണം എന്താ? ഇടയ്ക്കിടയ്ക്ക് ഗെയിംസ് കളിപ്പിക്കും. അപ്പം ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ പറപ്പൂർ പഞ്ചായത്തിലെ തെക്കക്കുളമ്പ് TTKM LP സ്കൂളിലാണ്. അവിടുത്തെ ഒരു മിടുക്കി മോള് ടീച്ചറാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. ഇത് എവിടുന്ന് കിട്ടിയ കഴിവാ? ഇഷ്ടം ടീച്ചറാവാനാ? ജോലി അതാ ഇഷ്ടല്ലേ? ഇപ്പം എന്താ ഇഷ്ടം? കളക്ടർ ആവണം എന്നുള്ളത് അല്ലേ? ഓക്കെ. അതെന്തോടാ കളക്ടർ ആവാൻ ആഗ്രഹിക്കുന്നത്? താല്പര്യം. അപ്പം അതിന് എന്തെങ്കിലും ശ്രമം തുടങ്ങിയോ? മിടുക്കിയാണല്ലേ. ഫ്രണ്ട്സ്, മോണോആക്റ്റീവിലെ സബ് ജില്ലയിൽ 1ാം സ്ഥാനം കേട്ടോ. അത് കാണിച്ചു കൊടുക്കി. എന്റെ പൊന്നാര കുമാരേട്ടാ, എന്നോടെ ചോറ് ഉണ്ടാക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചോറും പാത്രം എടുത്തേക്കാനൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഹൈ, ഇവിടെ ഒരു സാധനം വെച്ചാ കാണില്ലല്ലോ. അവിടെ നിൽക്കാൻ കുറച്ചും കണ്ടേരി. വട്ടത്തില് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ
റെഡി 1 2 3 സ്റ്റാർട്ട്. കണ്ണുളം കണ്ടപ്പോ കണ്ടെത്തിനാൻ 1000 താരകൾ പൂത്തുവന്നു. മാഷെ എന്താ നിങ്ങളെ ക്ലാസ്സിലെ കുട്ടിയാ? അതെ 3A ക്ലാസ്സിലെ ഫസാം മോളാണിത്. ഫസാം മോള് വളരെ ആക്റ്റീവായ ഒരു കുട്ടിയാണ്. ക്ലാസ്സിൽ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള മിടുക്കിയായ ഒരു കുട്ടിയാണ്. അപ്പോൾ സാത്ത് മാഷേ, സാത്തോ എന്ത് തോന്നുന്നു? എന്താണ് നിങ്ങളെ സ്കൂളാണുള്ളത്? എൻ്റെ സുഹൃത്തിൻ്റെ സ്കൂള് മാനേജർ ഇവിടെ ഉണ്ട്, എൻ്റെ സുഹൃത്ത് തന്നെയാണ് അഷ്റഫ് മാഷ. എന്തൊക്കെയാ സുഖല്ലേ? ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നുള്ള അഭിമാനം എനിക്ക് ഇവിടെ. ഫസ ഞാനൊക്കെ ഇങ്ങനെ വരാന്തിയിലൂടെ നടന്നു പോകുമ്പോൾ അവൾ ഒറ്റയ്ക്ക് അധ്യാപകരില്ലാത്ത സമയത്ത് അവൾ ക്ലാസ് എടുക്കുന്ന ഒരു വലിയ രസകരമായ സംഭവമാണ്. അധ്യാപകർ ഇല്ലാത്ത സമയത്ത് ക്ലാസ് എടുക്കുക, അതുപോലെ തന്നെ സബ് ജില്ലയിൽ മറ്റുള്ള ഒരുപാട് മത്സരങ്ങൾക്കൊക്കെ അവൾക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്.